നമസ്കാരം. അമേരിക്കയുടെ യാത്രാ വിലക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ ഇടം നേടുന്നത്. അമേരിക്കൻ പൗരന്മാർക്ക് ഭീഷണിയാകുന്നവരെ, രാജ്യത്തിന്റെ മൂല്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുള്ളവരെയും തടയുമെന്ന അജണ്ടയാണ് കൂടുതൽ രാജ്യങ്ങൾക്ക് വിലക്ക് വരാൻ കാരണം. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങൾക്കാണ് അമേരിക്കയുടെ വക വിലക്കെത്തിയിരിക്കുന്നത്. നിരോധനം ഏർപ്പെടുത്തിയ രാജ്യത്തുള്ള പൗരന്മാർക്കും പലസ്തീനിയൻ അതോറിറ്റി പാസ്പോർട്ട് കൈവശമുള്ളവർക്കും യുഎസിലേക്കുള്ള പ്രവേശനം ഇനി അനുവദിക്കില്ല എന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാർക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള വിദേശികളെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന നിലപാടാണ് തീരുമാനത്തിന് കാരണം. ഇത് കൂടാതെ യുഎസിന്റെ സംസ്കാരം, സർക്കാർ സ്ഥാപനങ്ങൾ, ഭരണഘടനാപരമായ മൂല്യങ്ങൾ എന്നിവയെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുള്ളവരെയും തടയുമെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ പുതിയ നടപടി എത്തിയിരിക്കുന്നത് സിറിയയിലെ 2 യുഎസ് സൈനികരും 1 പൗരനും കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ്. ബഷർ അൽ അസാദിന്റെ ഭരണകൂടം വീണതിനു ശേഷം സിറിയയെ അന്താരാഷ്ട്ര തലത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ യുഎസ് നീക്കം നടത്തുന്നതിനിടെയാണ് സംഭവം. പുതിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായ ബർക്കീന ഫാസോ, മാലി, നൈജർ, സിയറ ലിയോണ, സൗത്ത് സുഡാൻ എന്നിവയും തെക്കു കിഴക്കൻ ഏഷ്യയിലെ ലാവോസും ഉൾപ്പെടുന്നു. അതേസമയം ഇസ്രയേലിനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പലസ്തീൻ അനുകൂല നിലപാടെടുത്ത ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം മുഖം തിരിക്കുകയാണ്. സമീപകാലങ്ങളിൽ ആഫ്രിക്കൻ വംശജരായ കുടിയേറ്റക്കാർക്കെതിരായ കടുത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞയാഴ്ച നടത്തിയ റാലിയിൽ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുമുള്ളവരെ ഒഴിവാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ നോർവേ, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ സ്വീകരിക്കാമെന്നായിരുന്നു അന്ന് ട്രംപിന്റെ നിലപാട്. മിന്നസോട്ടയിലെ സർക്കാർ ഫണ്ടുകൾ തട്ടിയെടുത്തു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ സൊമാലിയക്കാരെ അദ്ദേഹം മാലിന്യമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിനു മുമ്പേ സൊമാലിയൻ പൗരന്മാർക്ക് യുഎസിലേക്കുള്ള പ്രവേശനവും വിലക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ചാഡ്, കോൺഗോ റിപ്പബ്ലിക്, ഇക്വറ്റോറിയ, ഗിനിയ, എരിത്രിയ, ഹൈത്തി, ഇറാൻ, ലിബിയ, മ്യാൻമാർ, സുഡാൻ, യമൻ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണ യാത്രാ വിലക്കിൽ തുടരും. നൈജീരിയയ്ക്ക് പുറമെ അങ്കോള, ആന്റിഗോ ആൻഡ് ബാർബുഡ, ബെനിൻ, ഡൊമിനിക്ക, ഗാംബോൺ, ഗാംബിയ, ഐവറി കോസ്റ്റ്, മലാവിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഭാഗികമായി നിയന്ത്രണങ്ങൾ ബാധകമാകും. ജനാധിപത്യ പ്രതിബദ്ധതയ്ക്കായി മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രശംസിച്ചിരുന്ന അങ്കോള, സെനഗൽ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാസ്പോർട്ട് രേഖകളിലെ അപാകതകളും ഉയർന്ന ക്രൈം റേറ്റിംഗും ചില രാജ്യങ്ങളെ വിലക്കിയ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണമായതായി വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ലക്ഷ്യമാക്കിയിരുന്ന തുർക്കിമെനിസ്ഥാൻ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും വൈറ്റ് ഹൗസ് അംഗീകരിച്ചു. ഇതോടെ മധ്യ ഏഷ്യൻ പൗരന്മാർക്ക് വീണ്ടും യുഎസ് വിസ ലഭ്യമാകും. എന്നാൽ നോൺ ഇമിഗ്രന്റ് വിസകൾ മാത്രമായിരിക്കും അനുമതി നൽകുക. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച